മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലില്ലാത്ത മതം നിരോധിച്ച ഒരു രാജ്യത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വേറെങ്ങോട്ടുമല്ല, അൽബേനിയയിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ AF ഡയറീസ്. മാഞ്ചസ്റ്ററിൽ നിന്നും ട്രെയിൻ കയറി എയർപോർട്ടിലേക്കുള്ള യാത്ര. അങ്ങനെ 2 ട്രെയിനുകൾ മാറി കയറി ഒടുവിൽ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് ചെക്കിംഗ് ഒത്തിരി ഡിലേ ആയിരുന്നെങ്കിലും അവസാനം ഫ്ലൈറ്റിൽ കയറിപ്പറ്റി. ഇനി അൽബേനിയയിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് അൽബേനിയയിലേക്കാണ്. സോ അൽബേനിയയെപ്പറ്റി കുറച്ചെങ്കിലും അറിയാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അൽബേനിയയിലെ ഹിസ്റ്ററിയിലേക്ക് പോവാം. അൽബേനിയ ദക്ഷിണ യൂറോപ്പിലെ ബാൽക്കൺ മേഖലയിലെ ഒരു രാജ്യമാണ്. ഇത് ചരിത്രപരമായി പല സാമ്രാജ്യങ്ങളുടെയും ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശം ഗ്രീക്ക്, റോമൻ, ബൈസന്റൈൻ രാജ്യങ്ങൾക്ക് കീഴിലായിരുന്ന ചരിത്രമുണ്ട്. റോമൻ സാമ്രാജ്യം വിഭജിച്ചതിനു ശേഷം അൽബേനിയ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഒട്ടോമാൻ തുർക്കികൾ അൽബേനിയയിൽ കടന്നുവന്നു പിടിച്ചു. അൽബേനിയയുടെ ദേശീയ നായകനായ സ്കെൻഡർബർഗ് 1443 ഒട്ടോമാൻമാർക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തി. ഏകദേശം 500 വർഷത്തോളം അൽബേനിയ ഒട്ടോമാൻ ഭരണത്തിലുണ്ടായിരുന്നു. ഇതോടെ ഇസ്ലാം മതം വ്യാപകമായി. എന്നാൽ ക്രൈസ്തവരും നിലനിന്നു. ഓട്ടോമാൻ ഭരണകാലത്ത് അൽബേനിയൻ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. 1912 അൽബേനിയ ഒട്ടോമാൻമാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 20-ാം നൂറ്റാണ്ടിൽ 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും അൽബേനിയ പങ്കെടുത്തു. 1944 എൻവർ ഹോക്സയുടെ നേതൃത്വത്തിൽ അൽബേനിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. എൻവർ ഹോക്സ അധികാരം പിടിച്ചതിനു ശേഷം അൽബേനിയ ലോകത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറി. 1991 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മാറി. 2009 നാറ്റോയിൽ അംഗത്വം നേടി. 2014 യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. ഇന്ന് അൽബേനിയ ഒരു പുരോഗമനാത്മക രാജ്യമായി വളർന്നു വരികയാണ്. എന്താണ് അൽബേനിയയുടെ സംസ്കാരവും സമ്പദ്ഘടനയും? അൽബേനിയൻ ഭാഷയാണ് അവിടുത്തെ ഔദ്യോഗിക ഭാഷ. മുഖ്യ മതങ്ങൾ ഇസ്ലാം, ക്രിസ്തുമതം എന്നിവയാണ്. ടൂറിസം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രധാന സമ്പദ് വ്യവസ്ഥാ മേഖലകളാണ്. ആധുനിക അൽബേനിയയിലേക്ക്. അൽബേനിയ ഒരു സമൃദ്ധമായ ചരിത്രവും അതിജീവനത്തിൻ്റെയും ഉദാഹരണവുമായ ഒരു രാജ്യമാണ്. നിരവധി സാമ്രാജ്യങ്ങളുടെ കീഴിൽ കഴിഞ്ഞിട്ടും സ്വന്തം സംസ്കാരവും ഐഡന്റിറ്റിയും അതിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സ്കെൻഡർബർഗ് സ്ക്വയറിലേക്ക്. സ്കെൻഡർബർഗ് സ്ക്വയർ അഥവാ അൽബേനിയയുടെ ഹൃദയം. സ്കെൻഡർബെഗ് സ്ക്വയർ അൽബേനിയയുടെ തലസ്ഥാനമായ തിരാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളിലൊന്നാണ്. ഇത് അൽബേനിയയുടെ ദേശീയ നായകനായ ജർജ് കസ്ത്രിയോദി സ്കെൻഡൻബർഗിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ സ്ക്വയറിൻ്റെ ചരിത്രമെന്നറിയണ്ടേ? സ്ക്വയർ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. 1968 സ്കെൻഡർബർഗിൻ്റെ വലിയ കുതിരമേന്തിയ പ്രതിമ ഇവിടെ സ്ഥാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് സ്ക്വയർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കായി ഉപയോഗിച്ചു. 2017 സ്ക്വയർ വ്യത്യസ്തമായ ഒരു പാദചാരി സൗഹൃദ കേന്ദ്രമായി പുനരുദ്ധാരണം ചെയ്തു. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെന്നാൽ സ്കെൻഡർബർഗ് പ്രതിമയാണ്. ഒരു വലിയ കുതിരമേന്തിയ ബ്രോൺസ് പ്രതിമ സ്ക്വയറിൻ്റെ മധ്യഭാഗത്താണ്. കൂടാതെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയവുമുണ്ട്. അൽബേനിയയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാന മ്യൂസിയമാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ എത്തേം ബെയ് മസ്ജിദും കാണാൻ കഴിയും. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മനോഹരമായ മുസ്ലിം പള്ളിയാണിത്. കൂടാതെ ഓപ്പറ ആൻഡ് ബൗലെ ഹൗസ് സംഗീതകലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുപ്രധാന കലാസ്ഥാപനം. കൂടാതെ സോഷ്യലിസ്റ്റ് ആർക്കിടെക്ചർ, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെ കെട്ടിടങ്ങൾ സ്ക്വയറിൻ്റെ ചുറ്റുമുണ്ട്. കൂടാതെ ഇവിടെ നിന്നും ഒരു ഹ്രസ്വയാത്രാ ദൂരത്തിലുള്ള ടിരാന ക്ലോക്ക് ടവറും ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ചരിത്ര സ്മാരകമാണ്. ഇന്ന് ഇവിടുത്തെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സാംസ്കാരികവും രാഷ്ട്രീയവും അടങ്ങിയ ഒരു പ്രധാന കേന്ദ്രമാണ്. പൊതുസഞ്ചാരികൾക്കും വിനോദസഞ്ചാരികൾക്കും മനോഹരമായ ഓപ്പൺ സ്പേസ്, കൂടാതെ വിവിധ കലാസംഗീത ആഘോഷ പരിപാടികൾ നടക്കുന്നു. സ്കെൻഡർബെഗ് സ്ക്വയർ അൽബേനിയൻ ചരിത്രവും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന ഒരു മഹത്തായ സ്ഥലമാണ്. അൽബേനിയ സന്ദർശിക്കുന്നവർ ഈ ഐതിഹാസിക സ്ക്വയർ കാണാതെ മടങ്ങരുത്. തിരാനയിൽ നിന്നും ഞങ്ങൾ പോയത് ഡൂറസിലേക്കാണ്.
അൽബേനിയയിലെ പുരാതന തുറമുഖ നഗരം. ഡൂറസ് അൽബേനിയയിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വലിയ നഗരമാണ്. ഇത് അഡ്രിയാറ്റിക് കടലിന്റെ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖ നഗരവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. ഡൂറസിന്റെ ചരിത്രം ഒന്ന് കേട്ടാലോ? ക്രിസ്തുവിന് മുൻപ് 7-ാം നൂറ്റാണ്ടിൽ കൊരിന്ത്, കൊർക്കിറ എന്നീ ഗ്രീക്ക് നഗരങ്ങൾ ഡൂറസ് സ്ഥാപിച്ചു. റോമൻ സാമ്രാജ്യകാലത്ത് ഇതൊരു പ്രധാന വ്യാപാര കേന്ദ്രം ആയിരുന്നു. ഓട്ടോമാൻ, വെനീഷ്യൻ, ബൈസന്റൈൻ, ഇറ്റാലിയൻ സാമ്രാജ്യങ്ങൾ എന്നിവയുടെ കീഴിൽ ഡൂറസ് ഭരിക്കപ്പെട്ടു. 1912 അൽബേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ഡൂറസ് താൽക്കാലിക തലസ്ഥാനമായിരുന്നു. ഞങ്ങൾ പോയത് ഡൂറസ് കടൽ തീരത്തേക്കാണ്. അൽബേനിയയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണിത്. ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇതിനടുത്തായുണ്ട്. ഗ്രീക്ക്, റോമൻ, ബൈസന്റൈൻ കാലത്തെ പുരാവസ്തുക്കളുള്ള ഒരു പ്രധാന മ്യൂസിയം. ഡൂറസ് ഒരു ചരിത്രവും വിനോദസഞ്ചാരവും കലയും സമന്വയിപ്പിക്കുന്ന അത്യന്തം മനോഹരമായ നഗരമാണ്. അൽബേനിയയിലെ പ്രധാന തുറമുഖ നഗരമാണിത്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട തീരദേശ കേന്ദ്രം. ആധുനിക ഹോട്ടലുകളും റിസോർട്ടുകളും വർദ്ധിച്ചു വരുന്നു. ഡൂറസിൽ നിന്നും ടിരാനയിലേക്കുള്ള ദൂരം ഏകദേശം 30 കിലോമീറ്റർ മാത്രം. അങ്ങനെ അൽബേനിയയിലെ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. അൽബേനിയയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണുന്നത് വരെ ബൈ.